ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ 4:15 നീട്ടിട്ടുണ്ട്. പല്ല് തേച്ചു, മുഖം കഴുകി. അത് കഴിഞ്ഞ് ഞാൻ ഈ തണുപ്പ് കാരണം ചുണ്ടും ഇതൊക്കെ പൊട്ടണതും കൊണ്ട് എനിക്കങ്ങനെ ഉണ്ടാവലില്ല. അപ്പോൾ ഞാൻ വാസ്ലൈൻ, അതായത് പെട്രോളിയം ജെല്ലി, അത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ തണുപ്പ് വരുന്നതിൻ്റെ മുന്നേ തന്നെ യൂസ് ചെയ്യൽ തുടങ്ങിയിരുന്നു. എനിക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ നീട്ട് ചുക്കുവെള്ളം ഉണ്ടാക്കി, അത് കഴിഞ്ഞ് ചായ വെച്ചു. ഇപ്പോൾ കുറച്ച് ചിക്കൻ പാർട്സ് ഇന്നലെ രാത്രി ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പ പെരിന്തൽമണ്ണ മാർക്കറ്റിൽ നിന്ന് കപ്പ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ വീട്ടിൽ പോയപ്പോൾ, അമ്മേനെ കാണാൻ പോയപ്പോൾ അവിടുന്ന് അമ്മാവന് ഇടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാൻ നോക്കുമ്പോൾ അതിക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മുതിര വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കപ്പ, പിന്നെ പച്ചക്കായ ഉണ്ട്, ഒരു ചേനേൻ്റെ കഷ്ണം, ഇതൊക്കെ ഇട്ടിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കഷ്ണം കപ്പ മാത്രം വാങ്ങിക്കുന്നതിന് പകരം ഞാൻ എന്തിട്ട് രാവിലെ കപ്പ വേവിക്കാമെന്ന് ഓർത്തിട്ട് കുറച്ച് കപ്പ കൂടുതൽ വാങ്ങിച്ചു. അപ്പോൾ കപ്പ വേവിച്ചു പറഞ്ഞാൽ അങ്ങനെ വേവിക്കുകയല്ല, ചെണ്ടപ്പുഴുക്ക് പറയും, ചെണ്ട പുഴുങ്ങുക എന്ന് പറയും തെക്ക് വശത്തേക്കൊക്കെ. ഇവിടെ നമ്മൾ പൂള പുഴുങ്ങുക എന്ന് പറയും. അപ്പോൾ എനിക്കിഷ്ടമല്ലായിരുന്നു ആദ്യമൊന്നും കപ്പ. ഇപ്പോൾ തിരുവല്ലയ്ക്ക് കല്യാണം കഴിച്ച് കൊണ്ടതിന് ശേഷമാണ് കപ്പ എന്താണ്, അല്ലെങ്കിൽ കപ്പനോടുള്ള ആ ഒരു ഇഷ്ടം എനിക്ക് കൂടിയത്. അവിടെ ഉള്ളവർക്ക് കപ്പയും മീനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിരുന്നേര് വന്നാലും അവർ ചോറൊന്നും വെക്കില്ല. അവർക്ക് കപ്പയും മീൻ കറി ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ കപ്പയും ചിക്കനും ഉണ്ടായാൽ മതി. അങ്ങനത്തെ ഒരു നാടാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ അതിഥികളെ അങ്ങനെ വലിയ സൽക്കാരങ്ങളൊന്നും, അങ്ങനെ ബിരിയാണി നെയ്ച്ചോറ് അതല്ല. അവിടെ കപ്പ മീൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കപ്പനോടുള്ള എനിക്ക് ആ ഒരു ഇഷ്ടം വന്നത്. അങ്ങനെ ഇപ്പം ഒന്ന് കപ്പ വേവിച്ചു. അപ്പോൾ ചിക്കന് പാർട്സ് വെച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഞാൻ രാവിലെ ഒന്നും കൂടെ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ വേവിച്ച് അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് നോക്കുന്നത്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഒരു ചെരുവ് ഉള്ള പോലെ തോന്നുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ഭാഗം ഞാൻ ചവയ്ക്കാറില്ല. ഇവിടെ കുറേ മുമ്പ് എനിക്ക് പല്ലുവേദന എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു സമയത്ത് പെട്ടെന്നൊരു വേദന വന്ന് അങ്ങനെ ഈ കോട്ടിൽ ചവയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ ചവയ്ക്കൽ, അതായത് ഈ ഒരു ഭാഗം കൊണ്ട് ചവയ്ക്കൽ നിർത്തി ഈ ഒരു ഭാഗം മാത്രമാക്കി. അങ്ങനെ വന്നതാണ്. ഈ ഒരു ഭാഗം താഴ്ന്നിട്ട് ഈ ഒരു ഭാഗം പൊങ്ങിയിട്ട്. അപ്പം ഈ ഭാഗം കൂടെ ചവച്ച് ഈ ഭാഗം കൂടെ ഇതുപോലെ ആവണം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാവരും ചോദിക്കുന്നത്